ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 5-ാം തീയതി ബുധനാഴ്ചയിലത്തെ വ്ളോഗാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മക്കളുടെ എക്സാം ഇന്ന് കഴിയും. ചില സ്കൂളുകളിൽ നാളെ കഴിയുന്നുണ്ട്. നാളെ മക്കളുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ മക്കൾ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് തന്നെ പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടാണ് പോകുന്നത്. അമ്മാമ്മയും ഒക്കെ സഹായിക്കാറുണ്ട് പൂക്കളിടാൻ. എനിക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ചിലപ്പോൾ ടൈം കിട്ടാറില്ല. അപ്പോഴേക്കും അവരൊക്കെ പൂക്കൾ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളും വീട്ടിൽ എന്ത് തന്നെയായാലും പൂക്കളിട്ടോളട്ടെ. ഈ 10 ദിവസം ഓണം നമ്മുടെ ദേശീയോത്സവമാണ്. കുറേ പേര് ചോദിച്ചിരുന്നു, ചേച്ചി ഓണമൊക്കെ ആഘോഷിക്കാറുണ്ടോയെന്ന്. അതിനിപ്പോൾ എന്താ, ഞങ്ങൾ വീട്ടിൽ എല്ലാ പ്രാവശ്യവും 10 ദിവസം പൂക്കളിടും. അതുപോലെ പട്ടുപാവാടിയും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ ഓണസദ്യയൊക്കെ ഉണ്ടാക്കും, ഒക്കെ ആഘോഷിക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ഓണം സെലിബ്രേഷൻ. അപ്പോൾ കാലത്ത് മക്കൾ ക്ലാസ്സിൽ പോയി ഉച്ചയാകുമ്പോഴേക്കും വരും, കാരണം ഇന്ന് എക്സാം ആയിരുന്നല്ലോ. അപ്പോൾ നാളെ അവർക്ക് ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ ക്ലാസ് ഏതാണ്ട് ഒഫീഷ്യലി പഠിക്കൽ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ റൂം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കും വെക്കേഷന് സാധാരണ. അപ്പോൾ ഇന്ന് അവർക്കൊരു സർപ്രൈസും കൂടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എന്തായാലും നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാലും അറിയാമല്ലോ കേട്ടോ, ഞാൻ എങ്ങനെ റൂമൊക്കെ സെറ്റ് ചെയ്യണേന്ന്. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ സാധാരണ ഞാൻ എൻ്റെ ഉച്ചയായിട്ടിരിക്കും ആ ടൈമിലാണ് ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ജോലികൾ അല്ലെങ്കിൽ വീഡിയോസ് കാണലൊക്കെ ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ബുക്സ് വായിക്കുന്ന എൻ്റെ പഴയ ശീലം വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ വായിക്കുന്ന ബുക്ക് ലൈഫ് ഈസ് വാട്ട് യു മേക്ക് ഇറ്റ് എന്ന് പേരുള്ള ബുക്കാണ് ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല ബുക്കാണ്. ആമസോണിൽ നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു, അതുപോലെ നല്ല റേറ്റിംഗ് ഉള്ളൊരു ബുക്കാണ്. അപ്പോൾ ബുക്ക് വായനയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുക്സ് വായിക്കാൻ. പ്രത്യേകിച്ച് മഴക്കാലത്ത് ആ മഴയുള്ള സമയത്തിരുന്ന് ബുക്ക് വായിക്കുന്നത് എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാനങ്ങനെ വായിച്ചിരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഫോൺ വന്ന ശേഷം ഒട്ടും ഞാൻ വായിക്കാതെ ആയി. പക്ഷേ എനിക്ക് വീണ്ടും ഇപ്പോൾ ആ ഒരു മോട്ടിവേഷൻ കിട്ടി, ഞാൻ വീണ്ടും വായിച്ച് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം പണ്ട് വായിച്ചിരുന്ന അതേ ഒരു ഫീൽ എനിക്കിപ്പോൾ കിട്ടി തുടങ്ങി. കാരണം വായിക്കുമ്പോഴത്തെ ആ ഒരു സുഖം, അത് പറയുമ്പോൾ തന്നെ വായിക്കുമ്പോൾ തന്നെ അറിയുള്ളൂ എന്ന് പറയില്ലേ. അപ്പോൾ പക്ഷേ പണ്ടത്തെ പോലെ ഫ്രീ ആയിട്ടിരുന്ന് വായിക്കാൻ പറ്റണില്ല, കാരണം കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ചായയൊക്കെ കുടിച്ച് വന്ന ശേഷം ഇന്നത്തെ എൻ്റെ മെയിൻ പണി കുട്ടികളുടെ റൂമിലുള്ള ഐറ്റംസൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവർക്ക് ഞാൻ പറഞ്ഞ സർപ്രൈസ് അറേഞ്ച് ചെയ്ത് വെക്കലാണ്. അപ്പോൾ കുട്ടികൾക്കായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന സർപ്രൈസ് ഇതാണ്. ഒരു കുഞ്ഞു വീട്, അതായത് വീടെന്ന് വെച്ചാൽ അവരുടെ ടോയ്സൊക്കെ വെച്ച് അവർക്ക് ഇരുന്ന് കളിക്കാൻ പറ്റുന്ന ഒരു ടെൻറ്റ് എന്ന് പറയാം. അപ്പോൾ അതാണ് വാങ്ങിയിരിക്കുന്നത്. ഹോം ക്യൂട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആമസോണിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. നമ്മൾ പണ്ട് കാലത്തൊക്കെ കുഞ്ഞിപ്പര കെട്ടി കളിക്കാന്ന് പറയില്ലേ, അതന്നെ സംഭവം. അപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലിവിടെ വെക്കേഷൻ, അതായത് ഏപ്രിൽ മെയ്യിൽ വരുന്ന വെക്കേഷന് ശരിക്കും നല്ല ഓലപ്പരിയൊക്കെ കെട്ടി കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ, അപ്പാപ്പനും അമ്മയും കൂടി. അത് ഞാൻ ഏപ്രിൽ മെയ് വെക്കേഷൻ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉള്ളിലായിരുന്നു ഈ സ്റ്റീൽ കമ്പികളും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം കണക്റ്റേഴ്സും പിന്നെ അതിൻ്റെ മുകളിൽ വിരിക്കാനുള്ള തുണിയും തന്നിരിക്കുന്നത്. ഒന്നും കേടുണ്ടായിരുന്നില്ല, നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. അതുമ്പോൾ മാനുവൽ ഉണ്ട്, അത് നോക്കി കൃത്യമായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അവരൊരു യൂട്യൂബ് വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കണ്ട് നമുക്കിത് ഈസി ആയിട്ട് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സമയം കളയാതെ വേഗം തന്നെ നമുക്ക് വീട് ഫിക്സ് ചെയ്യാം. അപ്പോൾ വീട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും പറഞ്ഞു തരാം. ഈ ഒരു വീടിൻ്റെ നിങ്ങൾ വാങ്ങണതിന് മുൻപ് അതും കൂടി ഒന്ന് കെയർ ചെയ്തിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളാരും പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കല്ലേ. വീട് നമ്മുടെ പണി കഴിയണമല്ലോ. അപ്പോൾ അതേ പല കളർ പൈപ്പ്സാണ്. ആ പൈപ്പുകളുടെ കളർ അനുസരിച്ച് കൃത്യമായിട്ട് മാനുവലിൽ നോക്കിയിട്ട് കണക്ടേഴ്സിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. വല്ലാതെ അത് എന്താ പറയുക, പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അത് കറക്റ്റായിട്ട് ഫിക്സ് ആയിക്കോളും. വളരെ ഈസിയാണ്, നമ്മൾ കാണുന്നതിൽ ഈസിയാണ് അത് ഫിക്സ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സ്കെലിട്ടൺ റെഡി ആയിട്ടുണ്ട്. അതായത് ഇതേ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ബേസ്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ നല്ല ഭംഗിയുള്ള കളർഫുൾ ഒരു തുണി അവർ തന്നിട്ടുണ്ട്. ആ തുണി അതിൽ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഈ തുണി വിരിക്കുമ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. കറക്റ്റ് ഫിറ്റിങ്ങിലാണ് അവർ ആ തുണി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് അത് ഇട്ടിട്ടില്ലെങ്കിൽ അത് വല്ലയിടത്തൊക്കെ വലിഞ്ഞ് ഇരുന്നാൽ തുണി പോലത്തെ ഒരു മെറ്റീരിയലാണ്, അത് കീറിപ്പോവും. അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടല്ല അത് കീറണത്, കറക്റ്റ് ഫിറ്റിംഗ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് അത് ഇട്ടിട്ടില്ലെങ്കിൽ
അത് കുത്തി കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടി 2 ആളുണ്ടെന്നുണ്ടെങ്കിൽ നന്നായി നമുക്ക് നല്ല നീറ്റായിട്ടിടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇത്തിരി പതുക്കെ സൂക്ഷിച്ച് ചെയ്താൽ മതി. പക്ഷേ വൺസ് അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് അത് ഇരുന്നോളും, പിന്നെ ഒരു കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ അതേ ഞാനത് വേഗം തന്നെ ഇടാണ്. ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് വരുമ്പോൾ എല്ലാ കോർണറിലും ഇതുപോലെയാണ് വരുന്നത്, കണ്ടില്ല? ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഈ തുണി പിന്നെ മേൽപോട്ട് കയറിപ്പോവേ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. അതിന് ശേഷം ഫുള്ള് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എവിടെയെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത് കറക്റ്റ് അല്ലാണ്ട് ഇരിക്കുന്നുണ്ടോയെന്ന്. ഇല്ലയെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നമ്മുടെ വീട് ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ഇതിൻ്റെ ഫൈനൽ. ഇത് നല്ല കളർഫുള്ളാണ്, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു വാതിലും ഒരു കുഞ്ഞു ജനാലയും അതിൻ്റെ മുകളിലത്തെ റൂഫ് ഒരു വശം ഇതുപോലെ നെറ്റാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കാറ്റൊക്കെ നമ്മൾ ഫാൻ ഇട്ട് കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഈസി ആയിട്ട് അതിലേക്ക് കാറ്റ് കിട്ടും. അതുപോലെ തന്നെ 2 ചെറിയ വിൻഡോസ് ഉണ്ട്, ആ സർക്കിൾ ഷേപ്പിലുള്ളത്. അത്യാവശ്യം നന്നായിട്ട് സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല എയർ പാസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, നെറ്റിൻ്റെ മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ. ഒട്ടും കുട്ടികൾക്ക് അതിന് ദേഹത്തൊരച്ചിലോ കാര്യങ്ങളോ ഒന്നും വരുന്നതല്ല. അത്യാവശ്യം നല്ല മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എനിക്കായാൽ പോലും ഇതിൽ കയറി ഇരിക്കാൻ പറ്റും, അത്രയും വലുപ്പമുണ്ട് ഈ വീടിന്. സാധാരണ ഓൺലൈനിലോ അല്ലെങ്കിൽ കിട്ടുന്ന ടെൻറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലുപ്പമുള്ള ടെൻറ്റ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് അത്, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഒരു ചെറിയ ദോഷം എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നിങ്ങൾ ഈ വീട് അവിടെ അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ റൂം അത്യാവശ്യം വലിപ്പം ഉണ്ടായിരിക്കണം. കാരണം ഈ വീട് ഇത്തിരി വലിപ്പം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റൂമുകൾ ചെറുതാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ പോലെ ഞങ്ങളിത് വെക്കേഷൻ ആകുമ്പോൾ മാത്രം എടുക്കും, അത് കഴിഞ്ഞ് അഴിച്ചെടുത്ത് മാറ്റി വെക്കും. കാരണം റൂമിൽ സ്പേസ് കുറവാണ്, അതുകൊണ്ടാണ്. വേറെ പ്രോബ്ലം ഒന്നുമില്ല, നല്ല ക്വാളിറ്റി മെറ്റീരിയലും നല്ല സംഭവമാണ്. അപ്പോൾ ഇവരുടെ കിച്ചൺ സെറ്റും സംഭവങ്ങളൊക്കെ ഞാനിതിൻ്റെ ഉള്ളിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു കിച്ചൺ സെറ്റ് വാങ്ങിയിട്ടൊരു 6.5 വർഷത്തോളമായിട്ടാണ്, ഒരു കേടുമില്ല, നല്ല കിച്ചൺ സെറ്റാണ്. പക്ഷെ ഇത് നാട്ടിൽ നിന്ന് മേടിച്ചത്, ഓൺലൈനിൽ നിന്ന് മേടിച്ചതല്ല, ഞങ്ങൾ പുറത്തായിരുന്ന സമയത്ത് അവിടെ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും വാങ്ങണ്ടെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് കൊണ്ട് ഈസി ആയിട്ട് കിച്ചൺ സെറ്റ് ഉണ്ടാക്കാം. കാർഡ്ബോർഡ് ബോക്സുകൾ ഉപയോഗിച്ചിട്ട് അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക. അപ്പോൾ കുട്ടികൾക്ക് അത് ഉണ്ടാക്കി കൊടുത്താലും മതി, ഇത് വാങ്ങണമെന്നൊന്നുമില്ല. ഇനി കുറച്ച് വെജിറ്റബിൾസും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ ക്ലീനിങ് ബ്രഷും ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു കുഞ്ഞ് ടൈലറിങ് മെഷീൻ, ഒരു കുഞ്ഞ് അയൺ ബോക്സ്, ഇങ്ങനെയൊക്കെ കളിക്കുന്നതൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ, അതൊക്കെ ഞാൻ അതിനുള്ളിൽ വെച്ചു. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ബെഡ്റൂം അവരുടെ ഉണ്ണികൾക്കൊക്കെ ഉറങ്ങാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഹോം ടൂറാണ് ഇപ്പോൾ കാണുന്നത്. അവർ ഐറ്റംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവർ വന്നതിന് കളിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ അവരേലും എക്സൈറ്റ്മെൻറ്റ് എനിക്കാണത് ഉണ്ടാക്കാനായിട്ട്. ഞാൻ വെക്കേഷൻ ആകുമ്പോഴേക്കും ഇതൊക്കെ ഞാൻ എടുത്ത് താഴെ വെക്കും, അണ്ട് ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കും, അണ്ട് അവർ വരാൻ വെയിറ്റ് ചെയ്യും ഇതൊന്ന് കാണിക്കാനായിട്ട്. സർപ്രൈസാണ്, സർപ്രൈസ്. റോസന്റെ പടം അതിന്റെ മുകളിൽ കണ്ട, വീടിന്റെ ഉള്ളിൽ നോക്കിയ എന്നിട്ടിന്ന് പാല് കാച്ചാൻ പോ. അപ്പൊ നമ്മുടെ എന്താ പറയാ കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം കേട്ടാ. അപ്പോൾ ദേ അവിടെ വീടിൻ്റെ പാല് കാച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ഭക്ഷണം വെപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇപ്പോൾ ഭയങ്കര സ്നേഹത്തിലാണ് വീട്ടിൽ താമസിക്കുന്നത്. ഇനി അവിടെ അടിയൊന്നും നടക്കാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കാം. കാരണം പലപ്പോഴും കുറേ കഴിഞ്ഞ് വല്ലാണ്ട് കളിയായി കഴിയുമ്പോൾ തല്ലൂട്ടവും പതിവായിട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എൻ്റെ മൈൻഡും കുറേ ഫ്രീ ആയി. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡും എൻ്റെ ചെറുപ്പത്തിലെ പോലെ കുട്ടിയായി മാറിയെന്ന് പറയില്ലേ നമ്മൾ. എനിക്ക് ചെറുപ്പം മുതലേ എനിക്കിങ്ങനെ കുഞ്ഞിപ്പര ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക, അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യമേ അതെ ഇൻട്രസ്റ്റ് ആണ്. അതിപ്പോൾ മക്കൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളും ഇതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ടൈം കണ്ടെത്താൻ എങ്ങനെയെങ്കിലും അവർ നന്നായില്ലെങ്കിൽ പോലും കുട്ടികളുടെ ഒരു പ്രത്യേകത അവർ സൂപ്പറായി എന്ന് പറയും. അതാണ് കുഞ്ഞു കുട്ടികളുടെ ഒരു മൈൻഡ്, അവരങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഓണത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ആദ്യം എപ്പിസോഡിൻ്റെ ആദ്യത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ പറയാം. ഓണക്കോടി അവരുടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇപ്പോഴത്തെ മോഡലാണെന്ന് അറിയില്ല, അതുപോലെ ഒരു ഓവർകോട്ടുള്ള മോഡലാണ് ഇപ്പോൾ പട്ടുപാവാടയിൽ കണ്ടത്. അതുപോലെ തന്നെ ക്രീം ആൻഡ് ഗോൾഡൻ ഷെയ്ഡ് വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട്. കളേഴ്സൊക്കെ ആയിരുന്നു കഴിഞ്ഞ പോലെ ഞാൻ പട്ടുപാവാടയിൽ കണ്ടത്. പട്ടുപാവാടയാണ് ഓണത്തിന് ഏറ്റവും ഭംഗിയുള്ള ഡ്രസ്സ്. നല്ല ഭംഗിയാണ് കുട്ടികളത് ഇട്ടിട്ട് പോണ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.